അസ്സലാമു അലൈക്കും. ഇവൻ്റെ സ്വഭാവം വെച്ച് ഇവനാദ്യം ജോലി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനെ തീറ്റിപ്പോറ്റാൻ സാറുണ്ടല്ലോ, അപ്പോൾ ജോലിയില്ലെങ്കിലും അവനെ ജീവിച്ചു പോവാം. സാറിൻ്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആവണം. പിന്നെ അവൻ്റെ സ്ഥാനം പടിക്ക് പുറത്താണ്. എന്ത് ചെയ്യാനാ ആദി? അനിയനായി കണ്ടുപോയില്ലേ? പിന്നെ അനിയനായി കാണാൻ പറ്റിയൊരാൾ ജോലിക്ക് പോയില്ലെങ്കിലും വേണ്ടിയില്ല. അല്പം മര്യാദയോടെ പെരുമാറാൻ പഠിച്ചാലും മതിയായിരുന്നു. ഇതിപ്പോൾ അതും ഇല്ലല്ലോ. എൻ്റെ ഉപ്പാക്ക് പറ്റിപ്പോയൊരു തെറ്റാണ് അവർ. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആദി. അവന് ജോലി വേണം എന്നുള്ള ചിന്ത വരണമെങ്കിലേ സാറ് വിചാരിക്കണം. ഞാനോ? അതെങ്ങനെ? അവൻ ചോദിക്കുമ്പോൾ 1000 2000 എണ്ണി കൊടുക്കുന്നില്ലേ? അതാദ്യം നിർത്തണം. അവനറിയാം ജോലിക്ക് പോയിട്ടില്ലെങ്കിലും അവൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് പോകുമെന്ന്. അതുകൊണ്ടാണ് അവന് ജോലി വേണമെന്നുള്ള ചിന്തയില്ലാത്തത്. ഇനി കൊടുക്കുന്നതെല്ലാം ഞാൻ നിർത്തി. അതല്ലേ ഉമ്മ വന്ന് ചോദിച്ചപ്പോൾ ഞാനില്ലെന്ന് പറഞ്ഞത്. നോ പറയേണ്ടിടത്ത് നോ പറയണം സാർ. ഇല്ലെങ്കിൽ സാറിൻ്റെ അനിയനെ പോലുള്ള ആളുകളെ തലയിൽ കയറി നിരങ്ങും. എത്ര പക്വതയോടെയാണ് ആദ്യം ഓരോ കാര്യം സംസാരിക്കുന്നത്. എന്നേക്കാൾ 3 4 വയസ്സിന് താഴെയാണവർ. എന്നിട്ടും പക്വതയോടെയാണ് സംസാരം. ഇവനെയൊക്കെ കണ്ടു പഠിക്കണം. ഷാനു മനസ്സിൽ കരുതി. താഴെ ഓട്ടോൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. പോയവർ വന്നു എന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, കയ്യിൽ ഇത്ര മാത്രം പറ്റിയിട്ടുണ്ടായിരുന്നോ? ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന അവൻ്റെ കിട്ടിയ കൈയിലേക്ക് നോക്കി ആദി പരിഹാസത്തോടെ ചോദിച്ചു. അതേ ഷാഹി അവനെ നോക്കി പല്ല് കടിച്ചു. എല്ലിന് ചതവുണ്ടെന്നാ പറഞ്ഞത്. ഓട്ടോക്കാരന് ക്യാഷ് കൊടുത്ത് അകത്തേക്ക് കയറിയ ഉമ്മ ആദിയെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു ഉമ്മ? ആർക്കറിയാം മോനെ. അയാൾ പറയുന്നത് ആരോ അടിച്ചൊക്കെ എന്നാണ്. ഇവനാണെങ്കിലേ ഒരക്ഷരം മിണ്ടുന്നില്ല. എന്താ പറ്റിയതെന്ന് ചോദിച്ചാലേ വായ തുറന്ന് എന്തെങ്കിലും പറയണ്ടേ, എന്നാലല്ലേ അറിയാൻ പറ്റൂ. ഇനി അയാൾ പറഞ്ഞതുപോലെ ഇവനെ ആരെങ്കിലും അടിച്ചു കാണും ഉമ്മ? ഷാഹി ഒന്ന് പാളി നോക്കിക്കൊണ്ട് ആദ്യം ചോദിച്ചു. അതിന് അവൻ പുറത്തേക്ക് പോയാലല്ലേ വീട്ടിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവനെയൊക്കെ ആരടിക്കാനാ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ റൂമിലേക്ക് പോയി. നീ ഇനിയും ഒതുങ്ങിയില്ലെങ്കിലേ ഇനി നിന്റെ ഈ 2 കാലുകളാവും അടിച്ചു പൊട്ടിക്കുന്നത്. അതുകൊണ്ടേ നീ കണ്ടും കേട്ടും സൂക്ഷിച്ച് നടന്നോട്ടോ. ഓ പിന്നെ എന്നെ ഉപദേശിക്കാൻ നീ ആരടാ? ഹോം നേഴ്സിൻ്റെ പണിയെടുത്താൽ മതി, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ആദിയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞവൻ റൂമിലേക്ക് കയറി ഡോർ വലിച്ചടച്ചു. ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഷാനുവിനെ ഹോസ്പിറ്റലിൽ പോവേണ്ട ദിവസം. അതിനുവേണ്ടി മാമനും ജിനുവിൻ്റെ ഉപ്പയും നേരത്തെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ എണീറ്റ് അവൻ്റെ പതിവ് കാര്യങ്ങളെല്ലാം കഴിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ പോവുകയല്ലേ, ഒരു മനയിലെങ്കിലും ഇടണ്ടേ ആദി? ഈ കൈവച്ച് എങ്ങനെ ഇടുക? തൽക്കാലം ഈ ടർക്കി പുതച്ചാൽ മതി. അയ്യേ, മോശമല്ലടാ. പിന്നെ ഇങ്ങനെ പെണ്ണ് കാണാൻ പോവല്ലേ, ഒരുങ്ങി പോവാനേ. എന്താടാ, ഞാനൊരു ബനിയനിടാൻ പറഞ്ഞപ്പോൾ നിനക്കെന്താടാ ഒരു പുച്ഛം? അല്പം കറുത്തു പോയെന്നല്ലാതെ എനിക്ക് വേറെ എന്താടാ കുഴപ്പം? രണ്ടാളും ഇവിടെ സംസാരിച്ചു നിന്നോ? ഹോസ്പിറ്റലിൽ പോവാൻ സമയമായെന്ന് പറഞ്ഞ് മാമൻ അവിടെ നിന്ന് ബഹളം വെക്കുന്നുണ്ട്. നീ വരുന്നില്ലേ? പിന്നെ എല്ലാവരും കൂടെ പോവാൻ ടൂർ പോവുകയല്ലേ? ഷാനു അത് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്ന ജിനുവിൻ്റെ മുഖത്ത് പെട്ടെന്ന് തന്നെ സങ്കടം വന്നു മൂടി. ആദി അത് ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വരണ്ടേ ഷാനു? വളരെ നേർത്ത സ്വരത്തിലായിരുന്നു ആ ചോദ്യം. സാർ അങ്ങനെ പലതും പറയും. നീ വേഗം പോയി റെഡിയായി ഇറങ്ങാൻ നോക്ക്. പിന്നെ കെട്ടിയോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കെട്ടിയോളല്ലേ കൂടെ പോകേണ്ടത്. അതില്ലെങ്കിൽ ഹോം നേഴ്സായി എനിക്കൊരു നാണക്കേടാണ്. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് ആദ്യത്തെ അറിവാണല്ലോ. അങ്ങനെ പലതും അറിയാൻ കിടക്കുന്നുണ്ട്. ഞാൻ പതിയെ എല്ലാം പറഞ്ഞു തരാം. ഇപ്പോൾ ഈ മുണ്ടൊന്ന് മാറ്റിയെടുത്ത്. ആദ്യം പറഞ്ഞിട്ട് ഡ്രസ്സ് മാറാൻ പോവാതെ ഷാനുവിനെ തന്നെ നോക്കി നിൽക്കാണ്ട് ജിനു. അവനിൽ നിന്ന് ഒരു സമ്മതം കിട്ടിയാൽ മാത്രമേ അവൾ ഡ്രസ്സ് മാറാൻ പോവുകയുള്ളൂ. അവളെ നിൽപ്പ് മനസ്സിലാക്കി ഷാനു അവളെ നോക്കി പുരികം ഉയർത്തി ചോദിച്ചു. എന്താ? ഞാനും വന്നോട്ടെ പ്ലീസ്? മുഖം കൊണ്ട് ആക്ഷൻ കാണിച്ചു കൊണ്ടായിരുന്നു ആ ചോദ്യം. പോയി റെഡിയായി വാ. അത് കേൾക്കാൻ കാത്തുനിന്നതുപോലെ അവൾ സന്തോഷത്തിൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി. ഷാനു മുണ്ടെടുത്ത് കഴിയുമ്പോഴേക്കും ജിനു റെഡിയായി വന്നിരുന്നു. ജിനു, എൻ്റെ പേഴ്സ് എടുത്ത് നിൻ്റെ ബാഗിൽ വെക്ക്. എന്നിട്ട് അലമാര ലോക്ക് ചെയ്ത് കിട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഡോറ് ലോക്ക് ചെയ്യാനും മറക്കണ്ട. കിടന്നിട്ട് വെയിറ്റ് കൂടിയോ ആദി? അവനെ എടുത്ത് താഴേക്കിറങ്ങാൻ പോകുന്ന ആദിയെ നോക്കി ഷാനു ചോദിച്ചു. സാർ അന്നത്തേക്കാൾ വെയിറ്റ് കുറഞ്ഞതാ. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ ഭയങ്കര മടിയല്ലേ? ഏയ്, അത് നീ വെറുതെ പറയാ. എനിക്ക് തോന്നുന്നത് ഞാൻ വെയിറ്റ് കൂടുന്ന. സാറിൻ്റെ തോന്നലെല്ലാം ശരിയാവണമെന്നില്ലല്ലോ.
ഷാനുവിനെ എടുത്ത് ആദി ഇറങ്ങുന്നത് കണ്ടതും മാമൻ പോയി വേഗം കാറിൻ്റെ ഡോർ തുറന്നു. ഡ്രൈവ് ചെയ്തത് ആദി തന്നെയായിരുന്നു. ഹോ, അവനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എല്ലാവരും കൂടി പോയത്? അവൾ എന്തിനാ പോയത്? ഇവിടെ 100 കോട്ടും ജോലിയുണ്ട്, അതൊന്നും ചെയ്യാതെയാണ് അവൾ പോയത്. അതെങ്ങനെയാണ്? ഇവിടെ എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കാൻ ജോലിക്കാരിയായി ഞാനുണ്ടല്ലോ. എൻ്റെ കഷ്ടപ്പാട് ആർക്കും പറയണ്ടല്ലോ. ഇതൊക്കെ അവൾ പോകുന്നതിന് മുമ്പ് ഉമ്മാക്കങ്ങ് പറഞ്ഞാൽ പോരെ? അവൾ പോയി കഴിഞ്ഞ് പറഞ്ഞിട്ട് ആര് കേൾക്കാനാ? പിന്നെ ഇതിനൊക്കെ കാരണക്കാരി ഉമ്മ തന്നെയാണ്. ഞാനെന്ത് ചെയ്തു? ഷാനുവിനെ പേടിച്ച് നിൽക്കുന്ന പോലെ ഉമ്മ അവളെയും കണ്ട് പേടിച്ചു. അതവളെ ഒരവസരമായി കണ്ടു. അതാണ് ഉമ്മാനെ അവൾക്ക് ഒട്ടും പേടിയില്ലാത്തത്. ഞാനെന്ത് വേണമെന്നാ നീ പിന്നെ പറയുന്നത്? പറയാം, പക്ഷെ ഉമ്മ അതുപോലെ ചെയ്യണം കേട്ടോ. ചെയ്യോ? ആ ചെയ്യാം. എന്താ? ഇന്ന് ഉമ്മ ഈ വീട്ടിൽ ഉച്ചക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കരുത്. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ച് മെഡിസിൻ കഴിക്കേണ്ടത് എനിക്കോ ഉമ്മാക്കോ അല്ലല്ലോ. അവനല്ലേ ഇന്നൊരു ദിവസത്തേക്ക് കറക്റ്റ് സമയത്ത് അവൻ ഭക്ഷണം കഴിക്കേണ്ട. ഇവിടെ വന്ന് അവർ ഭക്ഷണം ചോദിക്കുമ്പോൾ ഉമ്മാക്ക് വയ്യാഞ്ഞിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയണം. അപ്പോൾ അവൾ തന്നെ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കിക്കോളും. കാരണം കെട്ടിയവന് സമയത്തിന് കൊടുക്കണ്ടേ? അപ്പോൾ നമുക്ക് കഴിക്കണ്ടേ? അതിന് അവൾ വന്നിട്ട് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ കഴിക്കാം. എന്തായാലും അവർ പുറത്തുനിന്ന് കഴിക്കില്ലെന്ന് ഉറപ്പാ. കാരണം അവന് അതിനൊന്നും കഴിയില്ലല്ലോ. എങ്കിലും അങ്ങനെ ചെയ്യല്ലേ. പിന്നെ ബാക്കിയുള്ള ജോലിയൊന്നും ഉമ്മ ചെയ്യണ്ട, എല്ലാം അവൾ വന്നിട്ട് ചെയ്യട്ടെ. എന്തായാലും അവർ നേരത്തെ പോയത് കൊണ്ട് വേഗം വരാതിരിക്കില്ല. ഉമ്മ പോയി കിടന്നോ, ഞാനേ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. അവർ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ 1 മണിയോടെ അടുത്തിരുന്നു. വരുമ്പോൾ എല്ലാവരും കൂടി ഒരു ജ്യൂസ് കുടിച്ചു. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനൊന്നും അവൻക്ക് പറ്റില്ലല്ലോ. ഷാനുവിന് പറ്റാത്തതുകൊണ്ട് ആരും കഴിച്ചില്ല. വരുന്ന വഴി തന്നെ മാമനും ജിനുവിൻ്റെ ഉപ്പയും അവരെ വീട്ടിലേക്ക് പോയി. അവർക്ക് രണ്ടാൾക്കും പോയിട്ട് എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു. സാറിൻ്റെ വീട്ടിൽ ആരുമില്ലേ? ആരെയും കാണുന്നില്ലല്ലോ. കാറിൽ നിന്നിറങ്ങിയ ആദ്യം ഉമ്മറത്തേക്ക് നോക്കി ചോദിച്ചു. ഡോർ ലോക്കാവില്ല, നീ ജിനുവിനോട് പോയി ഡോർ തുറക്കാൻ പറ. അവൻ പറയുന്നതിന് മുമ്പേ ജിനു ഡോർ തുറന്നിരുന്നു. ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ല. ഇനി ഉമ്മയും എങ്ങോട്ടെങ്കിലും പോയോ? അവനെ റൂമിൽ കിടത്തിയ ശേഷം ആദി ഒന്ന് നിവർന്നുകൊണ്ട് പറഞ്ഞു. അവിടെ എവിടെയെങ്കിലും കാണും. നീ ജുനുവിനോട് എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് വരാൻ പറ. നല്ല വിശപ്പ്. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആദി അവളോട് പറയും മുൻപേ തന്നെ അവൾ അടുക്കളയിൽ പോയി നോക്കിയിരുന്നു. ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നോ? നീ നല്ലതുപോലെ നോക്കിയോ? ഈ ഉമ്മ ഇത് എവിടെ പോയി? നോക്കി, ഇവിടെ ഒരു ജോലിയും കഴിഞ്ഞിട്ടില്ല. അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഒത്തിരി കഴുകാൻ കിടപ്പുണ്ട്. ഉമ്മ ഇവിടെ ഇല്ലേ? ഉമ്മ കിടക്കുന്നു. ഓ, അപ്പോൾ നമ്മളെ തോൽപ്പിക്കാൻ നോക്കിയതാണ്. ഞാൻ ഹോസ്പിറ്റലിൽ വന്ന ദേഷ്യമാവും. ഞാൻ വരുമ്പോഴേ ഉമ്മ ചോദിച്ചതാണ് എന്തിനാ നീ പോകുന്നതെന്ന്. അവർ 3 ആളില്ലെന്ന്. പിന്നെ നീ പോവേണ്ട ആവശ്യമുണ്ടോ എന്ന്. അത് ഉമ്മ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ആദി, നീ പോയി 3 ബിരിയാണി വാങ്ങിക്കൊണ്ടുവാ. നമ്മൾ തോൽപ്പിക്കാൻ നോക്കിയാൽ തോൽക്കില്ലെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? പൈസ എൻ്റെ പേസിലുണ്ട്. കാറെടുത്ത് പൊഴിക്കോ, എന്നാൽ വേഗം എത്തും. ഞാൻ പോയി വരാം. ആദ്യം വരുമ്പോഴേക്കും ഞാൻ പോയി പാത്രങ്ങളെല്ലാം കഴുകി വരാം. വേണ്ട, ഇന്ന് ആ പാത്രം അവിടെ കിടക്കട്ടെ. നിന്നെ തോൽപ്പിക്കാൻ നോക്കിയതല്ലേ, അങ്ങനെ നീ അവർക്ക് മുമ്പിലേ തോറ്റു കൊടുക്കണ്ട. നീ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴിയതല്ലേ. അവർ കഴിച്ച പാത്രം എന്താ അവർക്ക് കഴിക്കാലേ? ആ പാത്രം ഉമ്മ തന്നെ കഴിക്കും. ഉമ്മ തന്നെ ഭക്ഷണം ഉണ്ടാക്കും. അതുവരെ നീ ഇവിടെ നിൽക്ക്. എൻ്റെ അനുവാദമില്ലാതെ നീ താഴേക്ക് പോകണ്ട. ഷാനുക്ക, എന്നാലും എങ്ങനെ? ഞാൻ പറഞ്ഞത് നീ കേട്ടാൽ മതി. ഷാനു പറഞ്ഞത് കേട്ട് അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഭയങ്കര ക്ഷീണമായിരുന്നു. ഇനി ആ ജോലിയെല്ലാം ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് അവൾ കേൾക്കാൻ ആഗ്രഹിച്ച വാക്ക് ഷാനുവിൽ നിന്ന് കേട്ടത്. ജിനു, എന്താ ഷാനുക്ക? നീ പോയി ഡ്രസ്സ് മാറി വാ, ഒരു കാര്യം പറയാനുണ്ട്. ഡ്രസ്സ് മാറണമെന്നില്ല, ഷാനുക്ക പറഞ്ഞോ. പറഞ്ഞതനുസരിക്ക് ജിനു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാൽ പോരെ. അതിനെന്തിനാ ഞാൻ ഡ്രസ്സ് മാറണമെന്ന് വാശി പിടിക്കുന്നത്? ഈ ഇടായിട്ട് ഷാനുക്കാക്ക് ഇച്ചിരി വാശി കൂടുന്നുണ്ട് കേട്ടോ. എൻ്റെ കെട്ടിയോളോടല്ലേ ഞാൻ വാശി കാണിക്കുന്നത്. എന്നെ നോക്കി പേടിപ്പിക്കാതെ പോയി ഡ്രസ്സ് മാറടി. ജിനു അവൻ പറഞ്ഞതുപോലെ ഡ്രസ്സ് മാറി വന്നു. ഇവിടെ ഇരിക്ക്. നീ ഇരിക്കുന്നതിന് മുമ്പേ ആ ബാമൊന്നെടുക്ക്. എന്തേ, തലവേദനയുണ്ടോ? ചെറുതായിട്ടുണ്ട്. എങ്കിൽ പിന്നെ നേരത്തെ പറയണ്ടേ ഷാനുക്ക. എൻ്റെ നെറ്റിയിലൊന്ന് മസാജ് ചെയ്യ്, എനിക്ക് നല്ല തലവേദന. അവൾ ബെഡിൽ ഇരുന്ന് നെറ്റിയിൽ ബാമിട്ട് പതിയെ മസാജ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ വേദന കുറയുന്നുണ്ടോ?
അവൾ മസാജ് ചെയ്യുന്ന സുഖത്തിൽ കണ്ണടച്ച് കിടക്കുമ്പോഴാണ് അവളുടെ ചോദ്യം. കുറയുന്നുണ്ട്, തലവേദനയ്ക്കുള്ള മെഡിസിനുണ്ട്. ഭക്ഷണം കഴിച്ചാലേ മെഡിസിൻ കഴിക്കാമായിരുന്നു. നീ ആദ്യം ഒന്ന് വിളിച്ചു നോക്കി. കുറേ നേരമായല്ലോ പോയിട്ട്. വിളിക്കണ്ട, ഞാൻ വന്നു. 100 ആയസാണ്. അയ്യോ, അത്രയൊന്നും വേണ്ടായേ. ഇതാ ചിക്കൻ ബിരിയാണി, നിങ്ങൾ രണ്ടാളും കഴിച്ചോ, എന്നിട്ട് മതി എനിക്ക്. ഞങ്ങൾക്കല്ല, മെഡിസിൻ കഴിക്കാനുള്ളതേ സാറിനാണ്. ഞാനൊന്ന് കൈകി വരാം, എന്നിട്ട് ഭക്ഷണം തരാം. വേണ്ട, നീ കഴിച്ചോ, എനിക്ക് ജിനു തന്നോളും. ഷാനു അത് പറഞ്ഞപ്പോൾ അവളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. കാരണം അവൾ ആഗ്രഹിച്ച ഒന്നേ ഉള്ളൂ, ആ ഭക്ഷണം അവൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നീ വരുമ്പോൾ താഴെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ ആരെയും കണ്ടില്ല. നിരാഹാരത്തിലാണോ ഉമ്മയും മോനും? അതോ പുറത്തു നിന്നും വല്ലതും കഴിച്ചു കാണുമോ? പുറത്തു നിന്ന് വാങ്ങാൻ അവൻ്റെ കയ്യിൽ എവിടെയാ ക്യാഷ്? അതും സാറ് തന്നെ കൊടുക്കണ്ടേ? പല കള്ളങ്ങളും പറഞ്ഞ് പലപ്പോഴായി എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് അടിച്ചു മാറ്റുന്നില്ലേ? അതൊക്കെ ഉണ്ടാവും അവൻ്റെ കയ്യിൽ. അത് മതിയല്ലോ ഉമ്മാക്കും മോനിക്കും ഭക്ഷണം വാങ്ങാൻ. എനിക്ക് തോന്നുന്നില്ല അവൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന്. കാരണം ഇപ്പോൾ കുറച്ചായിട്ട് പഴയ പോലെ സാറിൻ്റെ കയ്യിൽ നിന്നും ഒന്നും കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് മിക്കവാറും ഉമ്മയും മോനും പട്ടിണിയാവും. എന്നെ തോൽപ്പിക്കാൻ നോക്കിയതല്ലേ, ഇന്നൊരു ദിവസമേ പട്ടിണി കിടക്കട്ടെ. ജിനു എനിക്ക് ഭക്ഷണം തന്നു കഴിഞ്ഞിട്ട് നീയും അവളുടെ കൂടെ ഭക്ഷണം കഴിച്ചോട്ടോ. അതെന്താ ഷാനുക്ക? ഞാൻ ഇവിടെ നിന്ന് കഴിച്ചോളാം. ഈ മരുന്നിൻ്റെയൊക്കെ മണമുള്ള റൂമിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് താഴെ പോയി കഴിക്കുന്നതല്ലേ. എനിക്ക് കുഴപ്പമില്ല, ആദ്യ റൂമിൽ അവിടെ പോയി കഴിച്ചോ, ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം. എന്ത് വേണമെന്ന് ഭാര്യയും ഭർത്താവും തീരുമാനിക്കുക. എനിക്ക് നല്ല വിഷമമുണ്ട്, ഞാൻ പോയി കഴിക്കട്ടെ. നീ വരുന്നുണ്ടെങ്കിൽ വാ. ഉമ്മ, എന്താ ഇത്? ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? പുറത്തുനിന്ന് വന്ന ഷാഹി അടുക്കള ഒന്ന് ചെക്ക് ചെയ്ത ശേഷം അടുക്കളയിൽ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് കണ്ടതും വേഗം ഉമ്മാൻ്റെ റൂമിലേക്ക് നടന്നു. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഒന്ന് താഴേക്ക് വന്നതുപോലുമില്ല. ഞാൻ വിചാരിച്ചു അവൾ വന്ന് എല്ലാം ഉണ്ടാക്കിയെന്ന്. ഉമ്മാക്ക് വിളിക്കാമായിരുന്നു, എന്നിട്ട് വേണം അവൻ്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കാൻ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാവുന്നല്ലോ ഓർത്ത് ഓടി വന്നതാ. അവൾ താഴേക്ക് വന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്നു തോന്നുന്നില്ല. പിന്നെ എന്ത് ചെയ്യും ഉമ്മ? നീ ഹോട്ടലിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചു വാ. ഉമ്മാൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ ഹോട്ടലിൽ പോയി വാങ്ങാൻ? ഇല്ല, എൻ്റെ കയ്യിലില്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഹോട്ടലിൽ പോകാൻ പറഞ്ഞത്? രാവിലെ ഉണ്ടാക്കിയ പലഹാരം വല്ലതും ഉണ്ടോ ഇവിടെ? ഉള്ളത് ഞാൻ കഴിച്ചു. അപ്പോഴേക്കും അത് കഴിച്ചോ? നീ എന്നോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ലടോ. നീയല്ലേ എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതായ കുറ്റം. ഉമ്മാക്ക് അല്പം റെസ്റ്റ് കിട്ടാൻ വേണ്ടി, അവളിനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അല്ലേ ഞാനിങ്ങനെ ഐഡിയ പറഞ്ഞു തന്നത്. ഇതിങ്ങനെ ആവുമെന്ന് ആര് കണ്ടോ? ഇവിടെ കഴിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫ്രിഡ്ജിലേ അവനുള്ള ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിച്ചോ. അപ്പോഴേക്കും ഞാൻ പോയി വല്ലതും ഉണ്ടാകട്ടെ. അവളെ ഇനി കാത്തു നിന്നിട്ട് ഒരു കാര്യവുമില്ല. അല്ല ഉമ്മ, അവന് മരുന്ന് കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ ഫുഡ് കഴിക്കാതെ എങ്ങനെയാണ്? ആർക്കറിയാം, അതൊന്നും എനിക്കറിയില്ല. നീ പോയി നിനക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാൻ നോക്ക്. ഫ്രൂട്ട്സ് എങ്കിലും ഫ്രൂട്ട്സ്. വിശപ്പ് മാറാൻ എന്തെങ്കിലും കഴിച്ചല്ലേ പറ്റൂ. ഉമ്മ, എന്താണ് വിളിച്ചു പോകുന്നത്? ഞാനിവിടെ ജോലി ചെയ്യുന്നത് കണ്ടില്ലേ? ഈ ഫ്രിഡ്ജ് ലോക്കാണല്ലോ. ഉമ്മ എന്തിനാ ലോക്ക് ചെയ്ത് വെച്ചത്? ലോക്കോ? ഞാൻ ചെയ്തിട്ടില്ലല്ലോ മോനെ. ലോക്ക് തന്നെ, ഇത് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ. ഉമ്മ അല്ലാതെ പിന്നെ ആര് വന്ന് ലോക്ക് ചെയ്യാനാ? ഇല്ല മോനെ, ഞാൻ ഫ്രിഡ്ജ് ലോക്ക് ചെയ്യാറില്ല. ഉമ്മ അറിയാതെ എങ്ങാനും ലോക്ക് ചെയ്ത് കാണും. ഇനി ഇതിനുള്ളിലെ ഫ്രൂട്ട്സ് എങ്ങനെ കിട്ടും? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. എന്നാലും ഇത് ആരാവും ലോക്ക് ചെയ്തിട്ടുണ്ടാവുക? എന്നാൽ ഉമ്മ ആലോചിച്ച് നിൽക്കാതെ പോയി വല്ലതും ഉണ്ടാക്ക്. നീ ഫ്രിഡ്ജ് ലോക്കാക്കുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, ഉമ്മ റൂമിലായിരുന്നു, അതുകൊണ്ട് കണ്ടില്ല. ഉമ്മ നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. നമ്മളെ തോൽപ്പിക്കാൻ നോക്കിയവരെ അല്ലേ? ഇപ്പോൾ ആരാണ് തോറ്റതെന്ന് അവർ സ്വയം മനസ്സിലാക്കട്ടെ. 2 ദിവസങ്ങൾക്ക് ശേഷം മോനെ ഷാനു ഫോണിൽ സിദ്ധുവിനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഡോറിന് മുന്നിൽ നിന്ന് ഉമ്മാൻ്റെ വിളി. അവനോട് കുറച്ചു കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ടാക്കി. എന്തേ? ഞാനിന്ന് എൻ്റെ അനിയത്തിൻ്റെ വീട് വരെ പോവാണ് കേട്ടോ. നാളെ വരൂ. എന്തേ പെട്ടെന്നൊരു പോക്ക്? കുറച്ച് ദിവസമായിട്ട് അവൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട്. ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഷാഹി വരുന്നുണ്ടോ? ഇല്ല, അവൻ വരുന്നില്ല. നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു 500 രൂപ തരുമോ? എന്തിനാ 500? അവിടേക്കാകെ 18 രൂപ മതിയല്ലോ ബസ്സിന്. ഇങ്ങോട്ട് 18, ആകെ 36 രൂപ മതി. പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊണ്ടുപോകണ്ടേ? അതിന് വേണ്ടിയാ. കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ധൃതി പിടിച്ച് പോകുന്നത്? ഞാൻ പലവട്ടം പറഞ്ഞതാ,
നിങ്ങൾ ചോദിക്കുമ്പോൾ എടുത്തു തരാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന്. ഞാനിവിടെ കിടപ്പായത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇനി ഞാൻ ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ കിടപ്പ് കിടക്കുമ്പോഴും എന്തെങ്കിലും ഒരു കുറവ് ഞാനിവിടെ വരുത്തിയിട്ടുണ്ടോ? ബാങ്കിൽ ലക്ഷങ്ങളുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? വെറുതെ അല്ല പഠിച്ചോൻ തളർത്തി കിടത്തിയത്. ഇതല്ലേ സ്വഭാവം? ഉമ്മ മനസ്സിൽ വിചാരിച്ചു. വയ്യാത്ത ഒരാളെ കാണാൻ പോകുമ്പോൾ എങ്ങനെയാ മോനെ ഒന്നും വാങ്ങിക്കാതെ പോകുന്നത്? എല്ലാത്തിനും ഓരോ കാരണങ്ങൾ കാണുമല്ലോ. ജിനോ, എന്താ ഷാനുക്ക? എൻ്റെ പേഴ്സിൽ നിന്ന് ഒരു 500 എടുത്ത് കൊടുക്ക്. ഇനി ഞാൻ കൊടുക്കാത്തത് കൊണ്ടേ അനിയത്തിനെ കാണുന്നത് മുടക്കേണ്ട. പിന്നെ എന്നും ഇത് പ്രതീക്ഷിക്കണ്ട. ഇല്ല മോനെ, ഇന്നൊരു ദിവസം മാത്രം മതി. എന്നാൽ ഞാൻ പോയി വരാം. മോളെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കോണേ. ഉമ്മ രാവിലെ വരാം. അത് കണ്ടു ഷാനുക്ക. പൈസ കിട്ടിയപ്പോൾ എന്താ അവർ ഷോപ്പിങ്? അല്ലെങ്കിൽ സോപ്പിടാൻ അവർ മിടുക്കിയ. അന്ന് രാത്രി 10 മണിയോടെ അടുത്തിട്ടും ഷാഹി വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ജിനു അവന് കഴിക്കാനുള്ള ഭക്ഷണം ടേബിളിൽ വെച്ചുകൊണ്ട് പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള വൃത്തിയാക്കി റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഷാഹിയുടെ റൂമിലെ ലൈറ്റും ഫാനും ഓണായി കിടക്കുന്നത് കണ്ടത്. ഇതൊന്നും ഓഫ് ചെയ്യാതെയാണോ പുറത്തേക്ക് പോയത്? അതിന് അവനെന്താ, ബില്ലടക്കാൻ ഷാനുക്ക ഉണ്ടല്ലോ എന്ന് പറഞ്ഞവൾ റൂമിൽ കയറി ഫാനും ലൈറ്റും ഓഫ് ചെയ്തു. പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് മുന്നിൽ ആ ഡോർ അടഞ്ഞത്. ഞാൻ വിരിച്ച വലയിൽ ഈ കുഞ്ഞു മാൻകിടാവ് ഇത്ര പെട്ടെന്ന് കുടുങ്ങുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും എൻ്റെ പദ്ധതി വിജയിച്ചു. പിറകിൽ നിന്നും ആ ശബ്ദം കേട്ടവൾ ഞെട്ടിപ്പോയി. ഷാഹി 2 കൈയും കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുകയാണവൻ. ഇതെന്തിനാ എൻ്റെ ജിനു ലൈറ്റ് ഓഫ് ചെയ്തത്? ലൈറ്റ് ഇട്ടാലല്ലേ എനിക്ക് നിന്നെ നല്ല പോലെ കാണാൻ പറ്റൂ. ഞാനിന്ന് നല്ല പോലെ കാണട്ടെ നിന്നെ. എന്തായാലും കാണേണ്ടവൻ ഇതുവരെ നല്ലതുപോലെ കണ്ടിട്ടില്ലല്ലോ. ഷാഹി, ഡോർ തുറക്ക്, എനിക്ക് പോകണം. എവിടേക്ക് പോവാൻ? കുറേ നേരമായി ഞാൻ വലയും വിരിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എനിക്കറിയായിരുന്നു കുറച്ച് വൈകിയാണെങ്കിലും നീ എൻ്റെ വലയിൽ വന്ന് വീഴുമെന്ന്. അതിനല്ലേ ഈ ലൈറ്റും ഫാനൊക്കെ ഞാൻ ഇട്ടുവെച്ചത്. ഏട്ടൻ്റെ ഭാര്യയോടെ കുറച്ച് മര്യാദയൊക്കെ ആവാം. വാതിൽ തുറക്ക്. ഏട്ടനോ? ആരെ? അവനോ? അവൻ എൻ്റെ ആരുമല്ല. പിന്നെ ഞാനെന്തിന് നിന്നോട് മര്യാദ കാണിക്കണം? അന്ന് എൻ്റെ റൂമിൽ വന്ന് വിളിച്ചതിന് നിനക്ക് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. വീണ്ടും വീണ്ടും എന്തിനെ ആർക്കും വേണ്ടാത്ത ഈ ശരീരം ചീത്തയാക്കുന്നത്? മാറി നിൽക്ക്. എനിക്ക് പോകണം. ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെക്കും. നീ ഒച്ച വെച്ചാലും ആരും കേൾക്കില്ല. കാരണം ആ ആംബുലൻസ് അവൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ട് വെച്ചിരിക്കുക. ഇത് കണ്ടിട്ട് ഞാൻ പ്ലാനിങ് എല്ലാം നടത്തിയത്. പിന്നെ നിന്റെ കെട്ടിയവൻ എന്ന് പറയുന്നവൻ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും മറ്റൊരാളെ ആശ്രയിക്കുന്നവനാണ്. നിന്റെ ശബ്ദം കേട്ട് അവൻ എങ്ങനെ ഓടി വരാനാ? നീ ഇപ്പോൾ ഈ വേടൻ്റെ കയ്യിൽ അകപ്പെട്ട പാവം കുഞ്ഞാണ്. ഒരു രക്ഷപ്പെടൽ നിനക്ക് അസാധ്യമാണ്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അല്ല, വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസം 1 ആയില്ലേ? നിനക്കുമില്ല ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ? വെറുതെ തളർന്നു കിടക്കുന്നതിന് വേണ്ടി നിൻ്റെ ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെക്കണോ? നീയൊന്ന് കണ്ണടച്ചാലേ ഇന്ന് നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിപ്പിച്ചു തരാം. അവനത് പറഞ്ഞു കഴിഞ്ഞില്ല. അവൻ്റെ കരണം നോക്കി ഒരടിയായിരുന്നു. നിന്നെ വയങ്ങുന്ന ഒരുപാട് പെൺകുട്ടിയെ നീ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അതിലെ ജിൻഷിതയെ പെടുത്തണ്ട. അടികൊണ്ട കവിൾത്തടം അമർത്തിപ്പിടിച്ചവൻ ദേഷ്യത്തോടെ അവളോട് എന്തോ പറയാൻ നിന്നതും പെട്ടെന്ന് അവൻ ആ ദേഷ്യത്തെ നിയന്ത്രിച്ചു. ഇപ്പോൾ ഞാൻ അവൾക്ക് മുൻപിൽ ദേഷ്യപ്പെട്ടാൽ എൻ്റെ പ്ലാനിംഗ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ അവൾക്ക് മുൻപിൽ സ്നേഹത്തോടെ നിൽക്കുന്നതാണ് നല്ലത്. മുഖം തടവിക്കൊണ്ടവൻ പറഞ്ഞു. നല്ല വേദന ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും ആരെയും അടിക്കരുത്. ഒന്നുമില്ലെങ്കിൽ വയസ്സിനേക്കാൾ മൂത്ത ആളല്ലേ. അപ്പോൾ എൻ്റെ പ്രായത്തെ ബഹുമാനിക്കണ്ടേ? നിന്ന് പ്രസംഗിക്കാതെ കടന്നു പോടാ എൻ്റെ മുമ്പിൽ നിന്ന്. ഇല്ലെങ്കിൽ അടുത്ത അടിയും നിനക്ക് കിട്ടും എന്ന് പറഞ്ഞവൻ ഡോർ തുറക്കാൻ പോയെങ്കിലും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അത് കണ്ടവൻ അറപ്പോടെ കൈ കുടഞ്ഞുകൊണ്ട് വീണ്ടും പുറത്തേക്ക് പോവാൻ നിൽക്കെ തടസ്സമായി അവൾക്ക് മുൻപിലേക്ക് നിന്നു. നീ എന്തിനാണ് ജിനു ഇങ്ങനെ ദേഷ്യമാവുന്നത്? ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണ്ട്. അതിനു വേണ്ടിയാ ഞാൻ നിന്നെ റൂമിലേക്ക് വരുത്തിയത്. നീ പറയുന്നത് കേട്ട് നിൽക്കാനേ വേറെ ആളെ നോക്ക്. ഇവിടെ ഞാൻ എൻ്റെ നാറിയ സ്വഭാവം വെച്ച് ഇവളെ പിച്ച് ചിന്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പുറത്തേക്ക് വന്ന ദേഷ്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടവൻ വീണ്ടും അവളോട് സംസാരത്തിന് തുനിഞ്ഞു. പക്ഷേ അവൻ പറയുന്നത് കേൾക്കാൻ അവൾ ഒട്ടും തയ്യാറായില്ല. അത് കണ്ട് അവൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് നീങ്ങി. ആ കയ്യിൽ പിടിച്ച് അവനിലേക്ക് അവളെ വലിച്ചടിപ്പിക്കാൻ ശ്രമിച്ചതും പിന്നെ അവൾ ഒന്നും നോക്കിയില്ല. അവൻ്റെ അടിവയറ്റിനിട്ടൊരു ചവിട്ടായിരുന്നു. ആദി! ഷാനുവിൻ്റെ റൂമിലെ സോഫയിലിരുന്ന് ഹെഡ്സെറ്റിൽ പാട്ടും കേട്ട് കണ്ണടിച്ചിരിക്കുന്ന ആദിയെ നോക്കി
ഒന്ന് രണ്ട് തവണ ഷാനു അവനെ വിളിച്ചെങ്കിലും അവനതൊന്നും അറിഞ്ഞതേയില്ല. ഇവനെ ഞാൻ ഇപ്പോൾ എങ്ങനെ വിളിക്കാം? ഈ കുന്തം തിരികെ വെച്ചാൽ പിന്നെ ആരെങ്കിലും വിളിച്ചാൽ കേൾക്കോ? ജിനു താഴേക്ക് പോയിട്ട് ഒത്തിരി സമയമായി. പെണ്ണിനെ കാണുന്നില്ല. ആദ്യോടൊന്ന് അവളെ പോയി നോക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഇവനെ എങ്ങനെയാണെന്ന് ഞാനൊന്ന് വിളിക്കാം എന്ന് ആലോചിച്ചു കൊണ്ട് ഷാനുവിൻ്റെ ബെഡിനരികിൽ ആദ്യ വെച്ച കമ്പിയുടെ ഓർമ്മ വന്നു. മെല്ലെ തല പൊക്കി ഇടത് കൈക്കൊണ്ട് ആ വടിയെടുത്ത് അവൻ്റെ കാലിൽ നിന്ന് പതിയെ കുത്തി. അപ്പോഴാണ് അവൻ അറിഞ്ഞത്. എന്താ സാർ? അപ്പോഴും അവൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റ് കിടപ്പുണ്ട്. നീ അതൊന്ന് ചെവിയിൽ നിന്ന് മാറ്റിക്കേ. എന്താ പറഞ്ഞത്? അത് ചെവിയിൽ നിന്ന് മാറ്റിട കോപ്പേ. അവൻ്റെ മുഖത്ത് ദേഷ്യം പ്രകടമായപ്പോഴാണ് ആദിക്ക് കാര്യം സീരിയസ് ആണെന്ന് മനസ്സിലായത്. സോറി സാർ, ഞാൻ മതി നിൻ്റെ സോറി, എനിക്കൊന്നും കേൾക്കണ്ട. നീ പോയി ജിനുവിനെ ഒന്ന് നോക്കി. ഒത്തിരി സമയമായി അവൾ താഴേക്ക് പോയിട്ട്. ഞാനിപ്പോൾ പോയി നോക്കാം. ഇനി നീ എനിക്ക് നേരെ മോശമായി സംസാരിച്ചാലോ പ്രവർത്തിച്ചാലോ അന്ന് നിൻ്റെ അവസാനമാവും. നിന്നെ കൊന്ന് ഞാൻ ജയിലിൽ പോവും. അതിന് എനിക്ക് അഭിമാനമേ ഉള്ളൂ. നീ എന്താടാ കരുതിയത്? നീ ഒന്ന് ചിരിച്ചു കാണിക്കുമ്പോഴേക്കും നിനക്ക് ഞാൻ വാങ്ങി തരുമെന്നോ? നിനക്ക് വാങ്ങി തരുന്ന പെണ്ണുങ്ങളെ നീ കുറേ കണ്ടിട്ടുണ്ടാവും. ആ ഗണത്തിൽ നീ എന്നെ പെടുത്തണ്ടട്ടോ. ഇത് ആള് വേറെയാ, നീ ഓർത്ത് കളിച്ചോ. അവളിൽ നിന്ന് അങ്ങനെ ഒരു ചവിട്ട് ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ അവളുടെ ചവിട്ടലിൽ അവൻ മലർന്നു വീണു പോയിരുന്നു. ഒരിക്കൽ കൂടി അവനെ നോക്കി അവൻ്റെ നേരെ കാർക്കിച്ച് തുപ്പിക്കൊണ്ട് അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആദ്യ കിച്ചണിൽ നിന്നും നടന്നു വരുന്നത് കണ്ടത്. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കിച്ചണിൽ നോക്കി കണ്ടില്ല. പിന്നെ റൂമിൽ നോക്കാൻ വരുമ്പോഴാ ഈ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടത്. അവിടെ നിൻ്റെ കെട്ടിയോനെ നിന്നെ കാണാഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുക. വേഗം ചെന്നാൽ കരച്ചിൽ മാറ്റിക്കൊടുക്ക്. സ്നേഹമുള്ളവർ അങ്ങനെയാണ്. ഞാൻ ഒത്തിരി സമയമായില്ലേ താഴേക്ക് വന്നിട്ട്. എന്നിട്ട് ഞാൻ എവിടെയെന്ന് നീ അന്വേഷിച്ചോ? വേഗം ചെല്ലേ, കെട്ടിയോനെ മുകളിൽ കാത്തിരിക്കുന്നുണ്ട്. ആദിയോട് സംസാരിക്കുമ്പോഴാണ് റൂമിൽ നിന്നും നടുവിനും കൈകൊടുത്ത് ഷാഹി ഇറങ്ങി വരുന്നത് കണ്ടത്. ആദിയെ കണ്ടതും അവൻ വേഗം റൂമിലേക്ക് തന്നെ വലിഞ്ഞു. ഇവൻ ഇവിടെ ഉണ്ടായിരുന്നോ? നീ വന്നേ, നമുക്ക് പോകാം. ഒന്നെവിടെ നിന്നേ. അതെ, എനിക്കൊരു സംശയം. അവൻ നിൽക്കാൻ പറഞ്ഞിട്ടും അത് കേൾക്കാതെ മുകളിലോട്ട് കയറി പോവാൻ നിൽക്കുന്ന അവൾക്ക് മുൻപിലേക്ക് തടസ്സമായി നിന്നുകൊണ്ട് ആദി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്താ? അവൻ നിന്നോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, കള്ളം. ഞാൻ വരുമ്പോൾ അവൻ്റെ റൂമിൽ നിന്നാണല്ലോ ഇറങ്ങി വന്നത്. അവൻ്റെ നടുവിന് താങ്ങിയുള്ള വരവ് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ്. ഉമ്മാനെയും പെങ്ങളെയും തിരിച്ചറിയാത്തവനെ പിന്നെ പൂവിട്ട് പൂജിച്ചു കൊണ്ടോ ഞാൻ. അപ്പോൾ അവൻ എന്തോ ചോദിക്കാൻ വന്നത് ചോദിക്കാതെ ജിനുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നീ ഇങ്ങ് വന്നേ, അല്ലെങ്കിൽ ഷാനുക്ക് നമ്മളെ കണ്ടില്ലെങ്കിൽ പേടിക്കും. ഇത് പറയ്, അത് ഞാൻ പിന്നെ പറയാം. പിന്നെ അവനെ കാര്യമായി പെരുമാറിയ പോലെയുണ്ട്. അതറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ. ഒന്ന് പറ. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓ, നിൻ്റെ ഒരു ആകാംക്ഷ. നീ ഇങ്ങോട്ട് നടന്നേ, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇന്ന് തന്നെ പറയണേ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. എന്താ ആദ്യം വൈകിയത്? നിനക്കും ജോലി ഉണ്ടായിരുന്നോ കിച്ചണിൽ? ഇല്ല, ഒത്തിരി സമയമായല്ലോ ജിനോ നീ താഴേക്ക് പോയിട്ട്. ഇതിന് മാത്രം ജോലി ഉണ്ടായിരുന്നു അവിടെ? അതിനെ അവൾ ആദ്യം ഒന്ന് നോക്കി. ജോലി കുറവായിരുന്നു. ഞാൻ കുറച്ച് സമയം TV കണ്ടിരുന്നതാ. ആര്യ, നീയോ? നിനക്ക് അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇങ്ങർ ഇവിടെ കിടന്നാലും കറക്റ്റായിട്ട് എല്ലാം അറിയാലോ. വേഗം എന്തെങ്കിലും പറഞ്ഞ വിഷയം മാറ്റിക്കോ, ഇല്ലെങ്കിൽ ഇതിപ്പോൾ കോടതിയാവും. ഷാനു കേൾക്കാതെ ആദ്യ ജിനുവിൻ്റെ പിറകിൽ പോയി മെല്ലെ പറഞ്ഞു കൊടുത്തു. ഷാനുക്ക് മരുന്ന് കഴിച്ചോ? അതൊക്കെ കഴിച്ചു. നീ കുടിക്കാൻ പോയി കുറച്ച് വെള്ളം എടുത്തു വാ. ജഗ്ഗിലെ വെള്ളം കഴിഞ്ഞു. ഞാൻ പോയി എടുത്തു വരാം. നീ ഇവിടെ നിന്നോ. അവൾ മാനസികാവസ്ഥ മനസ്സിലാക്കി ഷാനു എന്തെങ്കിലും പറയും മുമ്പേ ആദി ജഗ്ഗുമായി താഴേക്കിറങ്ങി. ആദി താഴേക്ക് ചെല്ലുമ്പോഴുണ്ട് ഷാഹി നടു ഒഴിഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അത് കണ്ട് ആദി ഉച്ചത്തിൽ ചിരിച്ചുപോയി. അവൻ്റെ ചിരി കേട്ടാണ് ഷാഹി തിരിഞ്ഞു നോക്കിയത്. എന്താടാ ഇത്രമാത്രം വിളിക്കാൻ? ഓ, പിന്നെ നിൻ്റെ കയ്യിലിരിപ്പ് കാരണം നിനക്ക് കിട്ടിയ സമ്മാനം ഓർത്ത് ചിരിച്ചു പോയതാണ് മോനെ. ഇങ്ങനെ പോയാലേ നീ ഓയിൻമെൻറ്റ് കുറേ വാങ്ങേണ്ടി വരും നടുവിന് തിരുമ്പാൻ. നിന്നെ പ്രസംഗിക്കാതെ പോടാ. ഹോംനേഴ്സിൻ്റെ ജോലി എടുത്താൽ മതി കേട്ടോ. എന്നെ കയറി ഭരിക്കാൻ നിൽക്കണ്ട. ഇത്രയൊക്കെ കിട്ടിയിട്ടും നീ പഠിച്ചില്ല അല്ലേ? നാണില്ലല്ലോടാ. ഏട്ടത്തിയമ്മയെ കയറി പിടിക്കാൻ ഞാനൊക്കെ പഠിച്ചത് എന്നെ പഠിപ്പിച്ചതേ. ഏട്ടത്തിയമ്മ എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയ്ക്ക് തുല്യാണെന്നാ. നിൻ്റെ കൂടെ ജീവിക്കുന്ന നിൻ്റെ ഉമ്മാനെയൊക്കെ സമ്മതിക്കണം. വല്ലാത്തൊരു ജീവിതം തന്നെ നിൻ്റേത്. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.